ഫിർഔന്റെ വാക്ക് ഖുർആൻ ഉദ്ധരിച്ചതാണ്. മൂസ ദർബാറിൽ അലൈഹിസ്സലാം കയറി വന്നപ്പോൾ പറഞ്ഞു, അന ഖൈറുൻ, ഞാനോ യോഗ്യൻ അതോ ഇവനോ? ഇവനെന്ത് യോഗ്യൻ? ഇവനാണോ പടച്ചോന്റെ ആള്? ഇവൻ ഫലൗലാ ഉൽഖിയ അലൈഹി അസ്വിറത്തും മിൻ ദഹബിൻ, ഇവൻ യോഗ്യനാണെങ്കിൽ ഇവൻ എന്റെ സ്വർണ്ണവളയില്ലാഞ്ഞു. ഫലൗലാ ഉൽഖിയ അലൈഹി, അവന്റെ മേൽ അവന്റെ കയ്യിൽ ഇടപെടാത്തത് എന്തുകൊണ്ട്? അസ്വിറത്തുൻ, വളകള്. സിവാറിന്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ജമ്മാണിത്. സിവാർ, അസാവിർ, അസ്വിറത്ത് മിൻ ദഹബിൻ, സ്വർണത്താലുള്ള വളകൾ അണിയാത്തതെന്ത്? ഇവൻ ദർബാറിൽ ഇങ്ങനെ കയറി വരാൻ ഇവൻ എന്ത് യോഗ്യൻ? ഇവനെന്ത് പടച്ചോന്റെ ആള്? പടച്ചോന്റെ ആളാണെങ്കിൽ എന്ത് വേണം? സ്വർണത്തിന് വള വേണ്ടേ? പടച്ചോന്റെ ആൾ ഞാനല്ലേ? എന്തുകൊണ്ട്? എന്റെ കയ്യിൽ നോക്കി കണ്ടു. അപ്പോൾ എന്ത് ചെയ്യും? കിട്ടാവുന്നത്രയും സ്വർണത്തിന്റെ വളകളും ആടയാഭരണങ്ങളും കയറ്റും. എന്തിന്റെ മേൽ? ശവകുടീരത്തിന്റെ ഉള്ളിൽ കേൾക്കും. പിൽക്കാലത്ത് യൂറോപ്പ് ഇത് കട്ടുണ്ടായി. യൂറോപ്പിന് മനസ്സിലായി, മിഡിൽ ഏജസിന് ശേഷം യൂറോപ്പിന് ഏറ്റവും മുതൽ കിട്ടിയത് പിരമിഡിൽ നിന്നാണ്. വലിയൊരു ചരിത്രമാണ്. പിരമിഡിൽ നിന്ന് യൂറോപ്പിന് കിട്ടിയ കോടാനക്കോടി കിലോ സമ്പത്തി അവിടെ പിരമിഡ് ഉണ്ടായിരുന്നു. ഞാൻ ആ വിഷയത്തിൽ വീണ്ടും ചില പഠനങ്ങളിലേക്ക് ഇറങ്ങാം. ദീർഘമായൊരു പഠനമാണ്, അങ്ങനെ നീളും ആ പഠനം. 313 തുടങ്ങിയ പഠനമാണ് ഇറങ്ങിയ. ഞാൻ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര ചിന്തിക്കേണ്ട ഒരു ഏരിയ. ദുഹാനിൽ നിന്നാണ് ഞാൻ ഓതുന്നത്. ദുഹാൻ എല്ലാ രാത്രി ഓതുന്നവരും ഈ കൂട്ടത്തിലുണ്ടല്ലോ. ഒരു പഠനം തുടങ്ങുക, പിന്നെ അതിനെ തുടർന്ന് ഞാൻ അങ്ങനെ പോവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين. حسبي ربي جل الله على النبي صلى الله عليه. حسبي ربي جل الله على النبي صلى الله 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 الله. ഹാഫിളീങ്ങൾ എൻ്റെ കൂടെ ഉറക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين. كم تركوا എത്രയാണ് അവർ ഉപേക്ഷിച്ചു പോയത്? മിൻ ജന്നാത്തിൻ, തോട്ടങ്ങളെ. അത്ര ഉണ്ടാണെങ്കിൽ എത്ര ഉണ്ടാവും ആ തോട്ടം? അല്ലാഹ് അങ്ങനെ പറയണമെങ്കിൽ എത്ര തോട്ടം ഉണ്ടാവും? കം തറക്കൂ, എത്രയാണ് ഫിറഔനും അവന്റെ ഖിബ്തികളും അവന്റെ കുലമായ ഖിബ്തികളും അവരുടെ മന്ത്രിമാരും ആശ്രിതരും ഉപേക്ഷിച്ചു പോയത്? മിൻ ജന്നാത്തിൻ, തോട്ടങ്ങളാലും വസ്റൂഇൻ, കൃഷികളാലും
വമഖാമിൻ കരീം, ഏറെ മാന്യമായ രമ്യ സൗധങ്ങളാലും, വനഅമത്തിൻ അനുഭവവേദ്യമായും രസദായകവുമായ ജീവിതത്തിന്റെ അനുഭവവേദ്യങ്ങളായ ജീവിതത്തിന്റെ സൗകര്യങ്ങളായും ആ സുഖങ്ങളിൽ അവർ അഭിരമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. എത്രയാണ് ഇത്ര തോട്ടം. തോട്ടം തെറ്റാണോ? അല്ല. ഫാക്ടറി തെറ്റാണോ? അല്ല. ഇവിടെ രണ്ട് കൂട്ടരെ നമ്മൾ കാണുന്നു. മുതലുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ, ഉസ്മാൻ ബിൻ അഫ്ഫാനെ, മുതലുണ്ടായിരുന്ന ഫിറഔന്റെ മന്ത്രിമാര്, ഫിറഔന്റെ മന്ത്രിമാര് ഇവരെ ആക്ഷേപിച്ചു. ഇനി മറ്റൊരെ പറ്റി പറഞ്ഞു, അപ്പുറത്തേക്ക് വരാം. ഭയങ്കര ഏതാ സൂറത്ത്? ബുഖാൻ 25 മുതൽ 29 കൂടിയ ആയത്തുകൾ. കം തറക്കൂ കം തറക്കൂ കം തറക്കൂ. ആരും ഇരുന്നുറങ്ങരുത്, ഇത് തന്നെ ശ്രദ്ധിക്കണം. തിരുത്തി തന്നത്ത് അങ്ങോട്ട് കയറണം. പിന്നെ സിഹറിനൊന്നും ചാൻസ് ഉണ്ടാവില്ല. ഇവിടെ വന്ന് ഇരിക്കരുത്. ഇവിടെ വന്നിരുന്ന ഇൻ്റലിജൻ്റ് ആകണം. കണ്ണ് തുറന്ന് നോക്കണം. ആ കണ്ണിൻ്റെ ഉള്ളിലൂടെയും ആ ചെവിൻ്റെ ഉള്ളിലൂടെയും അള്ളാഹുവിനെ മലക്കുകൾ പണിയെടുക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് വെറുതെ ഇരിക്കേണ്ട ഒരു ക്ലാസ് അല്ല. ഇത് വെറുതെ ഇരിക്കേണ്ട ക്ലാസ് അല്ല. ഇവിടുന്ന് കുരുത്തക്കേട് വാങ്ങിയാൽ പിന്നെ കുരുത്തക്കേട് തീരൂല. ഇതിൻ്റെ ക്ലാസ് അല്ല, എൻ്റെ റബ്ബിൻ്റെ ക്ലാസ്. എൻ്റെ നാവ് കൂടി വരിക, ഞാൻ നിരപരാധിയാ. കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിൻ കദാലിക وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين. എന്തൊരു മനോഹരം. കം തറക്കൂ, എത്രയാണ് അവരുപേക്ഷിച്ചു പോയത്. മിൻ ജന്നാത്തിൻ, തോട്ടങ്ങളാലും, വഉയൂനിൻ, അരുവികളാലും. എത്ര അരുവികൾ. വെള്ളി പോലെ വെള്ളമുള്ള സരസ്സുകൾ എത്രയെത്ര. വെള്ളി പോലെ വെള്ളമുള്ള, മനോഹരമായ വെള്ളി പോലെ വെള്ളമുള്ള സരസ്സുകൾ എത്ര അരുവികൾ. എത്ര നീന്തൽ കുളങ്ങൾ, എത്ര നീന്തൽ കുളങ്ങൾ, എത്ര മുത്തുപോലെ വെള്ളമുള്ള അരുവികൾ, എത്ര സരസ്സുകൾ, എത്ര തടാകങ്ങൾ, എത്ര മിൻ ജന്നാത്തിൻ, എത്ര തോട്ടങ്ങൾ, എത്ര തോട്ടങ്ങൾ. ലോകത്തെ ഏറ്റവും വിളവുള്ള തോട്ടങ്ങൾ ഈജിപ്തിലാണ് ഈ സംഭവം. ഫറോവ ജീവിച്ചത് ഈജിപ്തിലാണ്. ലോകത്ത് അങ്ങനെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിളവുണ്ടാവുന്നത് ഈജിപ്തിലാണ്. കാരണം ഈജിപ്തിൽ നിന്നൊരു പ്രത്യേക നാട്. 1550 കിലോമീറ്റർ നൈൽ നദി ഒഴുകും. നൈലെന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രതീസയാണ്. 90% ഭൂമിയും ഈജിപ്തിൽ, 90% ഭൂമിയും ഈജിപ്തിൽ മരുഭൂമിയാണ്. ലോകത്തെ 2 മരുഭൂമിയും ഈജിപ്തിലാണ്. ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി ഈജിപ്തിൽ നിന്ന് തുടങ്ങും. അതേതാ? സഹാറ. ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സിനായ് മൊത്തം ഈജിപ്തിലാണ്. സിനായ് മൊത്തം ഈജിപ്തിലാണ്. ഇവിടെ നിന്നത് നേരെ മെഡിറ്ററേനിയൻ സമുദ്രം വരെ നീണ്ടു കിടക്കുന്ന ഒരു മരുഭൂമിയുണ്ട്. അത് തുടങ്ങുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തിലെ ജീസയിൽ തുടങ്ങും മരുഭൂമി, ഇങ്ങോട്ട് ഒഴുകും. പിന്നെ ഒരുപാട് ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ തുടങ്ങുന്നത് ഈജിപ്തിൽ നിന്നാണ്. സീനായ് മുഴുവനും ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമി, ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി, രണ്ടും എവിടെയാണ്? ഈജിപ്തിലാണ്. പക്ഷേ ലോകത്തിനെ മുഴുവനും തീറ്റാനും അതിനപ്പുറവും ധാന്യങ്ങളുള്ള നാടും ഈജിപ്താണ്. ഏറ്റവും നല്ല ധാന്യം ഈജിപ്താണ്. ഏറ്റവും നല്ല കോട്ടൺ ഇന്ത്യയുടേതല്ല. വേൾഡ് മാർക്കറ്റിൽ ലോകത്തെ ഏറ്റവും വലിയ കോട്ടൺ ഈജിപ്തിൻ്റെതാണ്.
ഈജിപ്തിന്റെ വരുമാനം 10-ൽ താഴെ ശതമാനമുള്ള ഈ ഭൂമിയിൽ നിന്നാണ്. ആ ഭൂമിയോ അത് ഫലഭൂയിഷ്ടമാണ്. കം തറക്കൂ കം തറക്കൂ കം തറക്കൂ. ഞാൻ ഈജിപ്തിൽ പോയാൽ ഇടയ്ക്കിടെ കെയ്റോയിൽ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക് യാത്ര ചെയ്യും. ഏകദേശം 300 കിലോമീറ്ററിനടുത്ത്. അന്ന് ഉറങ്ങൂല, പകല രാവിലെ അങ്ങോട്ട് പോയിട്ട് വൈകുന്നേരം അങ്ങോട്ട് വരും. എന്തിനാ പോകുന്നത്? ദാനിയേൽ നബിയെ സിയാറത്ത് ചെയ്യാൻ. ഇവിടുന്ന് നമ്മളെല്ലാ ആഴ്ചയും ദാനിയേൽ നബിക്ക് ഫാത്തി വന്നിട്ടുണ്ട്. അവർക്ക് ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു നബിയാണ്. എല്ലാ നബിയും ഇഷ്ടമാണ്, പക്ഷെ ദാനിയേൽ നബി വലിയൊരാളാണ്, ഒരു വലിയ ആളാണ്. എന്തൊരു ഫാത്തി പറഞ്ഞാലും അതവിടെ സാധിക്കും. എൻ്റെ ജീവിതം അങ്ങനെയാണ്. മഹാനായ ദാനിയേൽ അലൈഹിസ്സലാം അള്ളാഹുവിനെയും അവിടെ ദാനിയേൽ സ്ട്രീറ്റിൽ മസ്ജിദ് ദാനിയേലിൻ്റെ ഉള്ളിലാണ് അവരുടെ ഖബർ. ദാനിയേൽ നബിയുടെ ഖബർ കണ്ടവർക്ക് കൈപ്പൊക്കാം. 1 2 3 മനസ്സിലാവില്ല. അപ്പം ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകും. അപ്പം കാണുമ്പോഴുള്ള അതിന് പ്രത്യേകത എന്താ? ഈ 300 കിലോമീറ്റർ കണ്ടാലും മതി വരൂല. എന്തുകൊണ്ട്? അതിമനോഹരമായ തോട്ടങ്ങൾ, ഓറഞ്ച് തോട്ടം, ആപ്പിൾ തോട്ടം, ഓറഞ്ച് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയാണ്. ഓറഞ്ചിന് എത്ര വിധ, എന്തൊക്കെ സൈസ് ഓറഞ്ചുകൾ, എത്ര സൈസ് മുസംബി, എന്തൊക്കെയാണ്. അതിങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ വിളഞ്ഞു നിൽക്കും. ചിലപ്പോൾ വണ്ടി നിറച്ചിങ്ങനെ കൊണ്ടുപോകും. നമ്മളെ മുന്നിലൂടെ വണ്ടി ഇങ്ങനെ നിറച്ചു പോവും. അത് ഈജിപ്തിൻ്റെതാണ്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അപ്പൊ കണ്ടാലും മതിവരാത്ത തോട്ടങ്ങൾ ഇന്നും. കം തറക്കൂ ഈ ധനാഢ്യർ എത്രയാണ് ഉപേക്ഷിച്ചു പോയത്. മിൻ ജന്നാത്തിൻ തോട്ടങ്ങളാലും വഅയൂനിൻ അരുവികളാലും. വെട്ടിയും വെള്ളം അന്യത്ര വെള്ളം എവിടെ. പിന്നെയോ വസ്റൂഇൻ കൃഷികളാലും ഗോതമ്പ് വയലുകൾ, വിശാലമായ ഗോതമ്പ് വയൽ, നെൽവയൽ, ഗോതമ്പ് വയൽ, പരുത്തി വയൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ പരുത്തി കൊണ്ടുവരുന്ന ഈജിപ്റ്റാണ്. ഏറ്റവും വലിയുള്ള പരുത്തി ഈജിപ്തിൻ്റെതാണ്. വലിയ ലോകത്തെ മില്യണർമാർ ധരിക്കുന്ന കോട്ടൺ ഈജിപ്തിൽ കൊണ്ടുവരും. ഈജിപ്താണ് അതിൻ്റെയൊക്കെ പ്രതീസ. തോട്ടം കൃഷികളാലും. എന്തൊക്കെയാണ് കൃഷി? ആ മണ്ണിൻ്റെ വില മനസ്സിലാക്കിയിട്ട്, ആ മണ്ണിൻ്റെ മാത്രം മനസ്സിലാക്കിയിട്ട് എല്ലാവരും കൃഷി ചെയ്തു. അൽ ഫയൂം എന്നൊരു സ്ഥലമുണ്ട്. കൈറോയിൽ നിന്ന് 90 കിലോമീറ്റർ പോയാൽ അൽ ഫയൂം എന്നൊരു സ്ഥലമുണ്ട്. അൽ ഫയൂമിനെ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. വലിയ കൃഷിയാണ്. അപ്പോൾ അൽ ഫയൂം ഞാൻ എപ്പോഴും എന്ത് കെട്ടിയാൽ അതിൻ്റെ ഒരു അർത്ഥം എന്താ ഈ പദം എന്നിങ്ങനെ നോക്കും. അപ്പോൾ ഒരിക്കലും എൻ്റെ കൂടെ വന്ന ഒരു MA ബിരുദധാരിയായ ഒരു ഹിസ്റ്ററിയിൽ MA ബിരുദധാരിയായ ഒരു ഗൈഡിനെ എനിക്ക് കിട്ടി. അപ്പോൾ ആ ഗൈഡിനോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ അൽ ഫയൂം? അപ്പോൾ അയാൾ പറഞ്ഞു, അത് റഹ്മത്തുള്ള അൽ ഫയൂം അല്ല, അൽ ഫയൂമാണ്. അൽ ഫയൂം 1000 ദിവസം. അതെന്താ? അത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം നൈൽ നദിയിലെ വെള്ളം കെട്ടി നിർത്തിയിട്ട് വെള്ളം കൊണ്ടുപോയി കനാൽ വെട്ടി വെള്ളം കൊണ്ടുപോയി ക്ഷാമകാലത്ത് വെള്ളം കൊണ്ടുപോയി കൃഷി ചെയ്യാൻ യൂസുഫ് നബിയും പണിക്കാരും പണിയെടുത്തത് 1000 ദിവസമായപ്പോൾ കൈക്കോട്ടർ വെച്ചു. ആ 1000 ദിവസം പൂർത്തിയായ ദിവസത്തിന് അൽ ഫയൂം എന്ന് പേരിട്ടു. ഇപ്പൊ അതിനെന്ത് പറയും? അൽ ഫയൂം അല്ല, അൽ ഫയൂമാണ്. അത്രയും കൃഷിന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കൃഷിയാണ്. വിവിധങ്ങളായ വിളകളാലും കൃഷികളാലും രമ്യസൗധങ്ങളാലും. BC 2772 ഖൂഫുവിൻ്റെ പിരമിഡ് ഉദ്ഘാടനം ചെയ്തു. BC 2772, അതായത് AD 1997 ഇബ്രാഹിം നബി ജനിക്കുന്നത്. BC 2772 ഖൂഫുവിൻ്റെ പിരമിഡ് ഉദ്ഘാടനം എന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇബ്രാഹിം നബി ജനിക്കുന്നതിൻ്റെയും 800 ചില്ലാനും കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ സംസ്കാരമുണ്ട്. വലിയ രമ്യസൗധങ്ങൾ. ഈ രമ്യസൗധത്തിന് നിങ്ങൾക്കറിയോ? ഈ രമ്യസൗധം
30 ലക്ഷം കല്ലുകൾ കൊണ്ടാണ് അതുണ്ടാക്കിയത്. 30 ലക്ഷം കല്ല്. ഏറ്റവും ചെറിയ കല്ല് 2 ടണ്ണ്. ചീള് വെച്ച കല്ല്. കല്ലിന്റെ ഇടയിൽ കല്ലുണ്ടല്ലേ, നമ്മൾ എന്താ പറയാ, മതിൽ കെട്ടുമ്പോ എന്ത് ചെയ്യും? ചീള് വെച്ച കല്ല് 2 ടണ്ണ്. സാധാരണ കല്ല് 8 ടണ്ണ്. വലിയ കല്ലുകൾ 15 ടണ്ണ്. അങ്ങനെ എത്ര? 30 ലക്ഷം കല്ല് ഉണ്ടാക്കിയിരിക്കുക. അങ്ങനെയാ, ചിന്തിക്കാൻ കഴിയില്ല. ഇന്ന് അതിനെ എടുത്ത് നല്ല സ്ക്വയർ മീറ്റർ ആക്കിയിട്ട് കല്ലാക്കി കൊണ്ടുവന്നാൽ ഭൂമിയുടെ 2/3 ഭാഗത്തെയും വലയം ചെയ്യാൻ ആ കല്ല് മതിയാകുമെന്ന് പിൽക്കാലഘട്ടത്തിൽ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അതിന് വെട്ടി സ്ക്വയറാക്കിയതിന് ശേഷം ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ ഭൂമിയുടെ 2/3 ഭാഗത്തെയും വലയം ചെയ്യാൻ ആ കല്ല് മാത്രം മതിയാവും. ചിന്തിക്ക്. ജീവിക്കുമ്പോൾ തന്നെ ആദിതര സാധാരണമായ രമ്യസൗധങ്ങൾ മരിച്ചാൽ കിടക്കാൻ ഈ 30 ലക്ഷം കല്ല് അടുക്കി വെച്ചത് ആർക്ക് വേണ്ടിയാണെന്നറിയോ? ഒരു രാജാവിന് ചത്തിടക്കാൻ. ഒരു രാജാവ് അടുത്ത രാജാവിന് വേറുണ്ടാക്കും. രാജാവിനെ പറയും, എനിക്ക് സുന്ദരിമാരായ പെണ്ണുങ്ങളെ ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കും. ഇവൾ നമ്പർ ഇടാതിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ ഒളിക്കും. നമ്പർ ഇട്ട് കഴിഞ്ഞാലോ പോലെ രാജാവിന് മരണശേഷം വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടി അവസ്ഥാനത്ത് കല്ല് നോക്കും. എന്നിട്ട് അവിടെ കിടന്ന് ജീവനോടെ ചത്തു. 100 കണക്കിന് മരിച്ചാൽ വ്യഭിചാരം നിർത്താൻ പറ്റില്ലല്ലോ. പുനർജന്മത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്താ പുനർജന്മം? മരിച്ചതിന് 3-ാം ദിവസം അവർ എണീക്കും. അവിടെ കൊണ്ടേ അടക്കം ചെയ്താൽ 3-ാം ദിവസം എണീക്കും. അപ്പം അവർക്ക് എന്ത് വേണം? തേന് വേണം. ലോകത്ത് 4000 കൊല്ലം കഴിഞ്ഞാലും തേനിന് കേടുവരില്ല എന്ന് പിരമിഡിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. മനസ്സിലായില്ലേ? കാരണം എന്തുകൊണ്ട്? 4000 കൊല്ലം മുമ്പ് പിരമിഡിൽ വെച്ച തേനിന് ഇപ്പോഴൊന്നും പറ്റില്ല. തേന് ഒറിജിനലാണെങ്കിൽ, തേനിലേക്കൊന്നും ചേർന്നിട്ടില്ലെങ്കിൽ, മനസ്സിലായില്ലേ? കുപ്പിയൊക്കെ ശുദ്ധാക്കുക. എന്നിട്ട് അത് നല്ല പോലെ എന്ത് ചെയ്യണം? ഉണക്കണം. എന്നിട്ട് അതിലൊഴിക്കാം. തേന് ഒറിജിനലാണെങ്കിൽ തേനിന് 5000 കൊല്ലം കഴിഞ്ഞാലും കേടുപറ്റൂലാന്ന് തെളിയിച്ചത് പിരമിഡിലെ തേന് കൊണ്ടാണ്. എന്തിനാണ് തേനെന്നറിയോ? രാജാവിന് മരിച്ചിട്ട് ജീവിക്കുമ്പോൾ വ്യഭിചരിക്കുന്നതിന് മുമ്പ് എന്ത് വേണം? ഒരു മുടുക്ക് വേണ്ടേ? ഊർജം വേണ്ടേ? അതിന് ലേശം എന്ത് ചെയ്യും? തേനൊടുക്കും. പിന്നെ രാജാവ് വലിയ അടയാഭരണങ്ങൾ അണിയും. നല്ല അടയാഭരണങ്ങൾ അണിയും. നല്ല അടയാഭരണങ്ങൾ. കയ്യിൽ വള, കാലിൽ വള. ഫിർഔന്റെ വാക്ക് ഖുർആൻ ഉദ്ധരിച്ചതാണ്. മൂസ ദർബാറിൽ അലൈഹിസ്സലാം കയറി വന്നപ്പോൾ പറഞ്ഞു, അന ഖൈറുൻ, ഞാനോ യോഗ്യൻ, അതോ ഇവനോ? ഇവനെന്ത് യോഗ്യൻ? ഇവനാണോ പഠിച്ചോന്റെ ആള്? ഇവൻ ഇവൻ യോഗ്യനാണെങ്കിൽ ഇവൻ എന്റെ സ്വർണവളയില്ലാഞ്ഞു. അവന്റെ മേൽ അവന്റെ കയ്യിൽ ഇടപെടാത്തത് എന്തുകൊണ്ട്? അസ്വിറത്തുൻ, വളകള്. സിവാറിന്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ജമ്മാണിത്. സിവാർ, അസാവിർ, അസ്വിറത്ത് മിൻ ദഹബിൻ, സ്വർണത്താലുള്ള വളകൾ അണിയാത്തതെന്ത്? ഇവൻ ദർബാറിൽ ഇങ്ങനെ കയറി വരാൻ ഇവൻ എന്ത് യോഗ്യൻ? ഇവനെന്ത് പഠിച്ചോന്റെ ആളാണെങ്കിൽ എന്ത് വേണം? സ്വർണത്തിന് വള വേണ്ടേ? പഠിച്ചോന്റെ ആള് ഞാനല്ലേ? എന്തുകൊണ്ട്? എന്റെ കയ്യിൽ നോക്കി കണ്ടു. അപ്പോൾ എന്ത് ചെയ്യും? കിട്ടാവുന്നത്രയും സ്വർണത്തിന്റെ വളകളും ആടയാഭരണങ്ങളും കയറ്റും. എന്തിന്റെ മേൽ? ശവകുടീരത്തിന്റെ ഉള്ളിൽ കേൾക്കും.
പിൽക്കാലത്ത് യൂറോപ്പ് ഇത് കട്ടുകൊണ്ടുപോയി. യൂറോപ്പിന് മനസ്സിലായി, മിഡിൽ ഏജസിന് ശേഷം യൂറോപ്പിന് ഏറ്റവും മുതൽ കിട്ടിയത് പിരമിഡിൽ നിന്നാണ്. വലിയൊരു ചരിത്രമാണ്. പിരമിഡിൽ നിന്ന് യൂറോപ്പിന് കിട്ടിയ കോടാനക്കോടി കിലോ സമ്പത്തി എവിടെ? അത്രയും പിരമിഡ് ഉണ്ടായിരുന്നു. കോടാനക്കോടി ഡോളർ വിലയുള്ള സ്വർണം കൊണ്ടുപോയി. അപ്പോൾ ജീവിച്ചാലും രമ്യസൗധങ്ങളിൽ വ്യഭിചരിക്കും, മരിച്ചാൽ രമ്യസൗധങ്ങളിൽ എത്രയോ 14 ഏക്കറയാ കൂഫുവിന്റെ പേരും. 14 ഏക്കറയിൽ ചത്തിടക്കുക ഒരാൾ. 14 ഏക്കറയിൽ ഒരാൾ ചത്തിടക്കുക. 14 ഏക്കറയിൽ. പിൽക്കാലഘട്ടത്തിൽ തുറന്നപ്പോൾ എത്രയാ എല്ലും മുള്ളും കിട്ടിയത്. എന്തുകൊണ്ട്? ഈ സുന്ദരന്മാരുമായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അതിൻ്റെ ഉള്ളിൽ കിടും. എന്തിന്? എന്നിട്ട് അവസാനത്തെ സ്റ്റോണും അട്ടടക്കും. പിന്നെ അവർ അവലമുറൊക്കെ കൂട്ടിയിട്ട് അവിടെ കിടന്ന് ചാകണം. കാരണം അതൊന്നും ഒരിക്കൽ കണക്കില്ല. രാജാവ് എണീക്കുമ്പോൾ രാജാവിനെ വിചരിക്കണം, രാജാവിന് സെർവ് ചെയ്യണം, അതിന് ആള് വേണം. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കാനു ഈ രമ്യസൗധങ്ങളിലും ഈ ജീവിതത്തിന്റെ അനുഭവവേദ്യമായ അവസരങ്ങളിലും വസ്തുക്കളിലും അവർ അഭിരമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. ഫഖീഹീൻ 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 അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ ആ രസദായകമായ ജീവിതത്തിന്റെ മുന്തിരിച്ചാറുകളും. എന്തൊക്കെ സുഖങ്ങൾ, എന്തൊക്കെ സൗകര്യങ്ങൾ! എന്നാൽ ചരിത്രത്തിൽ ഓരോരുത്തരും ഒടുങ്ങിയതുപോലെ ഇവരും ചത്തൊടുങ്ങി. അങ്ങനെ തന്നെ ഞാൻ അതെടുത്തു കൊടുത്തു ഖൗമൻ ആഖരീൻ, മറ്റൊരു ജനതക്ക്. ഈ ധനാഢ്യന്മാർ ചത്തപ്പോൾ ആകാശം കരഞ്ഞില്ല, വൽ അർളു, ഭൂമിയും കരഞ്ഞില്ല. യാ അല്ലാഹ്, ഈ ആയത്ത് കേട്ടപ്പോൾ സ്വഹാബികൾ കേട്ടു, ആകാശം ഭൂമിയെ കരയും. അപ്പോൾ ചില ആളുകൾ ചത്താൽ ആകാശം ഭൂമിയും കരയില്ല, ചില ആളുകൾ മരിച്ചാൽ ആകാശം ഭൂമിയും കരയും. എന്തേ? വലിമൻ ഖാഫ മഖാമ റബ്ബി. ബാക്കി അടുത്ത ക്ലാസ് പറയും. പഠിക്കണം, തല കൊടുത്ത് ചിന്തിക്കണം, ആരും വിളയണ്ട. ഇത് അല്ലാഹുവിന്റെ ഭൂമിയാണ്. ഇന്നൽ അർള ലില്ലാഹി യുരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഇന്നൽ അർള ലില്ലാഹി, ഭൂമി അള്ളാഹിന്റെ മുതലാണ്. ഒരാൾ പറയും, ഞാൻ ഒരു 15 കൊല്ലം മുമ്പ് കണ്ടൊരു വാർത്താണ്. ഒരാൾ പറയാണ് ഹാദാ അർളി, ഈ 10 സെന്റിൻ്റെതാണ്, ഈ 10 ഏക്കറിൻ്റെതാണെന്ന് പറഞ്ഞാൽ തിൽക്കൽ ബുക്കാത്തു, ആ കഷ്ണം ഭൂമി, ആ 10 ഏക്കർ, ആ 10 സെന്റ് ചിരിക്കുമത്രേ. കമ്മിൻ ഖായിലിൻ അലയ്യ യാ ഗബി, എടാ പടുവിട്ടി, എത്ര ആളുകൾ എന്നെ നോക്കി ഇത് പറഞ്ഞത്. എത്ര ആള് പറഞ്ഞ 10 ഏക്കറിൻ്റെതാ. 4000 പിന്നെ 1.5 മാസം കൂടുമ്പോൾ 4000 തേങ്ങ വിൽക്കണം. ആ തെങ്ങും തോട്ടം എവിടെയൊക്കെ തോട്ടം അറിയില്ല. ഖാൻ ബഹദൂർ കുതിരപ്പുറത്ത് പോയൊരു സംഭവമുണ്ട്. ഒരു ഖാൻ ബഹദൂർ കുതിരപ്പുറത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോവുക. അപ്പോൾ വളപട്ടണം പാലം കഴിഞ്ഞു. അപ്പോൾ വലിയ ഒരു തോട്ടം കണ്ടു. അപ്പോൾ തോട്ടം കണ്ടപ്പോൾ ഖാൻ ബഹദൂറിന് ഇഷ്ടമായി, നല്ല തോട്ടം. അപ്പോൾ തോട്ടത്തിലേക്ക് ആളെ പറഞ്ഞയച്ചു, ആ തോട്ടം വിൽക്കുമോ? അപ്പോൾ വിൽക്കാം, എനിക്ക് പറയാൻ പറ്റൂല. അപ്പം മുതലാളി എവിടെ വെച്ചു? മുതലാളി കോഴിക്കോട്ടുകാരനാണ്. എന്നാൽ പിന്നെ മുതലാളിയെ
കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആളെ ഏർപ്പെടുത്തി. അവസാനം നോക്കുമ്പോൾ മൂപ്പര് തോട്ടം തന്നെ. അതാ കഥ. എവിടെയാണ് എൻ്റെ തോട്ടം എന്നവരെ മൂപ്പർക്ക് അറിയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ മുതൽ എന്നിട്ട് എന്തുണ്ടായത്? ചത്തു, ഒക്കെ ചത്തുപോയി. അവിടൊന്നും കാര്യം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും എരിഞ്ഞടങ്ങി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നിനക്കു പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. അതാണ് കാലം. അങ്ങനെയാണ്. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള. ഈജിപ്ത് ആക്രമിച്ചത് എന്തിനാ? സീസർ ക്ലിയോപാട്രയെ കല്യാണം കഴിക്കാൻ. ക്ലിയോപാട്രയെ കല്യാണം കഴിക്കാൻ വേണ്ടി ലക്ഷക്കണക്കായ ഈജിപ്തിനെ കൊന്നു സീസർ. സീസർ ഏറ്റവും വലിയ ലക്ഷ്യം ഈജിപ്റ്റ് കീഴടക്കണം. ഈജിപ്റ്റ് കീഴടക്കി അതേ രാത്രി എനിക്ക് ക്ലിയോപാട്രയെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ജൂലിയസ് സീസറിന്. രാജ്യം മുഴുവൻ ഇപ്പോൾ ചുട്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ ഭാര്യയാകാൻ ക്ലിയോപാട്ര സമ്മതിച്ചു. പക്ഷെ എൻ്റെ നാട്ടുകാരത് ഉൾക്കൊള്ളൂല. അപ്പോൾ ക്ലിയോപാട്രയെ ഒരു ബെഡിൽ കെട്ടിപ്പൊതിഞ്ഞിട്ടാണ് ജൂലിയസ് സീസറുടെ തമ്പിലേക്ക് കൊണ്ടുപോയത്. ഇതാണ് ചരിത്രം. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു. അവൻ തന്നെയാണ് അലക്സാണ്ടർ ലൈബ്രറി കത്തിച്ചത്. എന്തിന്? ക്ലിയോപാട്രയെ കല്യാണം കഴിക്കണം. ക്ലിയോപാട്ര നെയിലിന്റെ പുത്രിയാ. ഈ ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്ത് ചത്തു. അങ്ങനെ ചരിത്രം. മനസ്സിലായില്ലേ? ആദ്യം സീസർ, ആ സീസറിനെ പിന്നെ ബ്രൂട്ടസ് കൊന്നു. പിന്നെ മാർക്ക് ആന്റണി അതിനെതിരെ പ്രസംഗിച്ചു. അപ്പോൾ മാർക്ക് ആന്റണിയായി അടുത്ത പ്രധാനമന്ത്രി. മാർക്ക് ആന്റണി പിന്നീട് ക്ലിയോപാട്രയെ കിട്ടി. ക്ലിയോപാട്ര തനിക്ക് മഹർ തരണം എന്ന് പറഞ്ഞു, വിവാഹ സമ്മാനം. എന്താ വേണ്ടെന്ന് വെച്ചു? നിങ്ങൾ നശിപ്പിച്ച ഞങ്ങളുടെ ലൈബ്രറി തിരിച്ചുണ്ടാക്കി തരണം. 5 ലക്ഷം താളിയോലകൾ ഉണ്ടായിരുന്നു അത്ര അക്കാലത്ത്. 5 ലക്ഷം താളിയോലകൾ ഉണ്ടായിരുന്നു. താളിയോല ഗ്രന്ഥച്ചുരുളുകൾ ഉണ്ടായിരുന്നു അക്കാലത്ത് അലക്സാണ്ടർ ലൈബ്രറിയിൽ. അങ്ങനെ ലോകരാജ്യങ്ങളിലേക്ക് മുഴുവനും ആളുകളെ അയച്ചു മാർക്ക് ആന്റണി. 2 ലക്ഷം പുസ്തകങ്ങൾ കിട്ടി. അതാണ് മഹറായി കൊടുത്തത്. ആർക്ക്? ക്ലിയോപാട്ര. ഇതാണ് ചരിത്രം. ഇതൊക്കെയാണ് ചരിത്രം. ഇതൊക്കെ ചരിത്രമാണ്. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ. അവർ അങ്ങനെ തീർന്നു. അവർ അങ്ങനെ തീർന്നു. 3-ാം നാളുടെ റാംസി 2 ചത്തു എന്ന് മൂസാ നബി പറഞ്ഞിട്ടും ഇസ്രായേലിയർക്ക് സമ്മതം വന്നില്ല. ഓൻ ചാകൂല. ഓൻ ആജാദ് ഒരു പായന. ഓൻ അങ്ങനെ ചാവൂല. 3-ാം ദിവസം ചെങ്കടയിൽ ഡെഡ് ബോഡി അങ്ങോട്ട് പൊങ്ങി. അപ്പോൾ ഇസ്രായേലിയർ ഓടി. എങ്ങോട്ട്? ഈജിപ്തിലേക്ക്. ഈ സാധനം മുഴുവനും അനന്തരമായി ആർക്ക് കിട്ടി? ഇവർക്ക് കിട്ടി. നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? ചത്തു എന്ന് പറഞ്ഞപ്പോൾ പാഞ്ഞു. എന്തുകൊണ്ട്? ഫിറോനെ കുഴിച്ചിടാനല്ല. എന്തിന്? മുതലെത്ര കിടക്കണ? ആ മുതൽ മുഴുവൻ ഇസ്രായേലിയർ കൊള്ളടിച്ചു. പായേണ്ട മനുഷ്യന്മാരെ അത് ആളക്കൊല്ലിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേന്നൊന്നും മൂസാ നബി പറഞ്ഞത് ഇവര് കേട്ടില്ല. ഒറ്റ പാച്ചിന്. അല്ല, സാമിരി പിന്നെ മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ സാമിരി വന്ന് പറഞ്ഞപ്പോൾ സാമിരി പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സ്വർണം തരികയാണെങ്കിൽ ഞാൻ സ്വർണത്തിൻ്റെ പശുക്കുട്ടിനെ ഉണ്ടാക്കി തരാൻ. ഒരു പശുക്കുട്ടി, അത്യാവശ്യം വലുപ്പമുണ്ട് പശുക്കുട്ടി. ആ പശുക്കുട്ടിയുടെ മോഡൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് കല്ലുമ്മൽ. ആ പശുക്കുട്ടി ഉണ്ടാക്കണമെങ്കിൽ ഈ അടിമകളല്ലേ ഇവരടിമല്ലേ,
മനസ്സിലായില്ലേ? വഖൗമുഹുമാ ലനാ ആബിദൂൻ. ഈ മൂസായും ഹാറൂനും ആര്? ഇവന്റെ ആളുകൾ. വഖൗമുഹുമാ ലനാ ആബിദൂൻ. ഇവന്റെ ആളുകൾ ഞങ്ങളുടെ അടിമകളല്ലേ എന്ന് ഫിർഔൻ പറയുന്ന വാക്ക് ഖുർആനിലുണ്ട്. ഈ അടിമകളെ എങ്ങനെ സാമിരിക്ക് പശുക്കുട്ടിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സ്വർണത്തിന്റെ ഉരുപ്പടി കൊടുക്കണ്? എവിടുന്ന് കിട്ടി? പടച്ച തമ്പുരാനെ, എന്തൊക്കെ ഒന്ന് ചിന്തിച്ചൂടെ? ഇവിടുന്ന് കിട്ടി. ഇവർ ഫിർഔൻ ചത്ത് പൊന്തി നടന്നപ്പോ ഇവർ പാഞ്ഞു. എന്തിന്? മുതൽ കൊണ്ട് അഹങ്കരിക്കുന്ന മറ്റൊരു ജനതക്ക് ഞാൻ തങ്ങൾ എടുത്തു കൊടുത്തു. ഊലും ചത്തു. ഇമ്മ കണക്കാക്കണ്ട. മനസ്സിലായോ? അയിമതിച്ച് കൂടണ്ട. നാലുണ്ടായാലോ തെറ്റണോ? അല്ല. അഷറത്തും ബഷറക്കും മുതലുണ്ട്. മനസ്സിലായില്ലേ? മുതലുണ്ടായതുകൊണ്ട് സാരിയാവൂല, മുതലില്ലെങ്കിൽ ആരിമാവൂല, മാനാവൂല. മുതലുണ്ടായതുകൊണ്ട് ഫാസിക്കാവൂല, മുതലില്ലാത്തതുകൊണ്ട് സാരിയാവൂല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്ത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഇതിനൊരു വ്യാഖ്യാനമുണ്ട്, അടുത്ത ക്ലാസ്സിൽ പറയാം. ഫമാ ബക്കത അലൈഹിം സമാഉ വൽ അർളു. അവർ ചത്തപ്പോൾ ആകാശവും കരഞ്ഞില്ല. നമുക്ക് അപ്പ നബിയോട് ചോദിച്ചു, അങ്ങനെ കരയോ? അപ്പ റസൂൽ പറഞ്ഞു, കരയും. അങ്ങനെ നമുക്ക് മരിക്കണം. അതിനാണ് ഈ ക്ലാസ്. അല്ലാഹു തൗഫീഖ് തരണമേ, തൗഫീഖ് തരണമേ റബ്ബേ, 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 തൗഫീഖ്. ആകാശം ഭൂമി കരഞ്ഞിട്ട് മരിക്കണം. നമുക്ക് നമ്മൾ മരിക്കുമ്പോൾ ആകാശം കരയണം, ഭൂമിയും കരയണം. കരിയും. അടുത്ത ആഴ്ച കാണിച്ചു തരാം. ചില ആളുകൾ മരിക്കുമ്പോൾ ആകാശം കരയും. കാണിച്ചു തരാം. ഇവരുടെ മേൽ, ധനാഠ്യരുടെ മേൽ ഈ ജീവിതത്തിന്റെ അനുഭവങ്ങളായ രസദായകമായ രമ്യ സൗധങ്ങളിലും സൗകര്യങ്ങളിലും അഭിചരമിച്ച ജനത തുടങ്ങിയപ്പോൾ ആകാശവും കരഞ്ഞില്ലല്ലോ, ഭൂമിയും കരഞ്ഞില്ലല്ലോ. ആകാശവും അവരുടെ മേൽ കരഞ്ഞിട്ടില്ല, ഭൂമിയും അവരുടെ മേൽ കരഞ്ഞിട്ടില്ല. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ആകാശവും ഭൂമിയും ഒരാൾ മരിച്ചാൽ കരയുമോ? കാലന. റസൂൽ പറഞ്ഞു, ചിലർ മരിച്ചാൽ ആകാശവും കരയും, ഭൂമിയും കരയും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു അല്ലാഹുവിന്റെ സാഹചര്യങ്ങൾ. അടുത്ത ക്ലാസ് വിഷയം ഏതാണ്? വലിമൻ ഖാഫ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അവിടേക്ക് എത്തണം, അവിടേക്ക് പോവന്നെ വേണം, നമുക്ക് അവിടെ തന്നെ വേണം. ഇൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറത്തി ആഖിരിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ.